പട്ടാമ്പിയിലെ MLA മുഹമ്മദ് മുഹ്സീൻ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ഫോണിൽ വിളിച്ച് താക്കീത് ചെയ്ത സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി വി ജഗദീഷ് വകുപ്പിന്റെ സ്ഥിരം നോട്ടപ്പുള്ളിയെന്ന് വിവരം. പട്ടിത്തറ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരിക്കെ വി ജഗദീഷിനെ സാമ്പത്തിക ക്രമക്കേടിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച ഉത്തരവിന്റെ പകർപ്പ് 24-ന്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് മറ്റു വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ, ഈ സെക്രട്ടറി കുഴപ്പമാണോ? ഗുഡ് മോർണിംഗ് എസ് കെ. കഴിഞ്ഞ ദിവസമാണ് പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിന്റെ ഒരു ശബ്ദരേഖ പുറത്തു വന്നത്. സ്വന്തം സഹോദരി അവിടെ പോയ സമയത്ത് വിവാഹ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട പോയ സമയത്ത് അപമാനിച്ചു, അതിന്റെ പേരിൽ മോന്ത അടിച്ചു പൊളിക്കുമെന്നായിരുന്നു സെക്രട്ടറിയോട് പറഞ്ഞിരുന്നത്. ഈ സെക്രട്ടറിയെ അവിടെ നിന്ന് കാസർകോട്ടേക്ക് സ്ഥലം മാറി. പിന്നീട് ആ ഓർഡർ ഇന്നലെ ക്യാൻസൽ ചെയ്തു. ഇന്നലെ ക്യാൻസൽ ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് സമാനമായ രീതിയിൽ ആ ഓഡിയോ പുറത്തു വരുന്നത്. എന്തായാലും ഈ പഞ്ചായത്ത് സെക്രട്ടറി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരുന്നു, പട്ടിത്തറ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിരുന്നു, തൃത്താല ബ്ലോക്കിൽപ്പെട്ട. ഇവിടെ അവിടുത്തെ പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗം, ജില്ലാ പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗം ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. അതിൽ സാമ്പത്തികമായ ക്രമക്കേടുകളുണ്ട്, പദ്ധതി ചെലവുകൾ നിർവഹിക്കാത്ത പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി ആണ് 2011-12 വർഷത്തെ ക്രമക്കേടുകളാണ്. അതിൽ 2014-ലാണ് ഇദ്ദേഹത്തെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത്. ഏതാണ്ട് 399 ദിവസം, ഒരു വർഷത്തിലധികം കാലം ഇദ്ദേഹം പുറത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. പിന്നീട് അപ്പീലൊക്കെ നൽകിയാണ് അദ്ദേഹം വീണ്ടും സർവീസിലേക്ക് തിരിച്ച് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. ആ ഓർഡറിൽ തന്നെ പറയുന്നുണ്ട്, മുൻപ് തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരിക്കുന്ന സമയത്ത് സമാനമായ രീതിയിൽ ഈ പറഞ്ഞ കുറ്റങ്ങളൊക്കെ ചെയ്തതിന് നേരത്തെ തന്നെ നടപടി നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉത്തരവിന് റദ്ദ് ചെയ്യണമെന്നാണ് ആ ഓർഡറിൽ അണ്ടർ സെക്രട്ടറി, വകുപ്പിലെ അണ്ടർ സെക്രട്ടറി പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും സ്ഥിരം നോട്ടപ്പുള്ളിയാണെന്നാണ് പറയുന്നത്. ഇന്നലെ എന്തായാലും ഈ വി ജഗദീഷിന്റെ ഉത്തരവ് താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടുണ്ട്. കാസർകോട്ടേക്കുള്ള സ്ഥലമാറ്റ ഉത്തരവ് താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടുണ്ട്. ഓങ്ങല്ലൂരിൽ തുടരാനാകില്ല, പക്ഷേ പാലക്കാട് ജില്ലയിൽ എവിടെയെങ്കിലും നിയമിക്കണമെന്നാണ് ട്രൈബ്യൂണൽ, സർക്കാരിന്റെ ട്രൈബ്യൂണൽ ഒരു ഉത്തരവ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ജഗദീഷിന് ഒരു പരിധിവരെ ആശ്വസിക്കാം. കാസർകോട്ടേക്ക്, ഓങ്ങല്ലൂരിൽ നിന്ന് നേരെ കാസർകോട്ടേക്ക് പോകണ്ട, പാലക്കാട് ജില്ലയിലെ ഏതെങ്കിലും വില്ലേജ് ഓഫീസിൽ അല്ലെങ്കിൽ സർക്കാർ റവന്യൂ വകുപ്പിൽ അദ്ദേഹത്തിന് സേവനം അനുഷ്ഠിക്കാമെന്നാണ് ഏറ്റവും അവസാനമായി എടുത്തു പറയാനുള്ളത്. എസ് കെ. താങ്ക് യു ശ്രീജിത്ത്.